നെതന്യാഹു കൊല്ലപ്പെട്ടു. മന്ത്രി ഇറ്റാമർ ബെൻഗിറും കൊല്ലപ്പെട്ടു. കഴിഞ്ഞ 1-2 ദിവസങ്ങളായി എക്സ് പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടെ വ്യാപകമായി പ്രചരിച്ച ഇറാൻ മാധ്യമങ്ങളും ചൈനീസ് മാധ്യമങ്ങളും സംശയം പ്രകടിപ്പിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത ഈ വാർത്തയുടെ അടിസ്ഥാനം എന്താണ്? ഇറാനിലെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളാണ് നെതന്യാഹു കൊല്ലപ്പെട്ടേക്കാം എന്ന തരത്തിലുള്ള സംശയങ്ങൾ ആദ്യം പ്രകടിപ്പിക്കുന്നത്. ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകൾ ജെറൂസലേമിലെ നെതന്യാഹുവിൻ്റെ ഓഫീസിലും എയർഫോഴ്സ് ചീഫിൻ്റെ വസതിയിലും പതിച്ചു എന്നായിരുന്നു ഇറാൻ്റെ ആ അവകാശവാദം. ഇതേ തുടർന്ന് ചൈനീസ് മാധ്യമങ്ങളും ചില എക്സ് അക്കൗണ്ടുകളും ഈ വാർത്തകൾ ഏറ്റുപിടിക്കുന്നു. പിന്നീടത് വലിയ ചർച്ചയായി. എങ്ങും അഭ്യൂഹമായി, പലർക്കും സന്തോഷമായി, മറ്റു പലരും അതിനെ എതിർക്കുന്ന കാര്യമായി. ആ തരത്തിലേക്ക് വാർത്തകൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നെതന്യാഹു പ്രത്യക്ഷപ്പെടുകയാണ്. എന്തുകൊണ്ട് ഈ സംശയമുണ്ടായി എന്നതാണ് ഒന്നാമത്തെ കാര്യം. ആ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ചില യുദ്ധവേളകളിൽ ശത്രുവിൻ്റെ മാനസിക നില പരിശോധിക്കുന്നതിന് വേണ്ടി ചില രാജ്യങ്ങൾ ബുദ്ധിപൂർവം ചില തന്ത്രങ്ങൾ പ്രയോഗിക്കും. അത്തരത്തിലുള്ള ഒരു തന്ത്രമായി, അതല്ലെങ്കിൽ നായകൻ നഷ്ടപ്പെട്ടാൽ ആ ജനതക്കുണ്ടാക്കുന്ന പാനിക്കിനെ കണ്ടറിയുന്നതിന് വേണ്ടി ശത്രുരാജ്യം ചെയ്യുന്ന ചില അജണ്ടകളുണ്ട്. അത്തരത്തിലുള്ളൊരു അജണ്ടയായി ഇതിനെ വിലയിരുത്തുന്നവരുണ്ട്. മറ്റൊന്ന്, ഇറാൻ മാധ്യമങ്ങൾ പ്രധാനമായും 3 കാര്യങ്ങളാണ് ഇതിന് കാരണമായിട്ട് ഔദ്യോഗികമായി ചൂണ്ടിക്കാണിച്ചത്. അത് പൊതുവേദികളിലെ നെതന്യാഹുവിൻ്റെ അസാന്നിധ്യത്തെ തുറന്നു കാണിച്ചുകൊണ്ടാണ്. നെതന്യാഹു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ, അഥവാ മാർച്ച് 8-ാം തീയതി മുതൽ നേരിട്ട് ഒരു വീഡിയോകളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. അദ്ദേഹം പുറത്തുവിട്ട പ്രസ്താവനകളെല്ലാം ടെക്സ്റ്റ് മെസ്സേജ് രൂപങ്ങളിലാണ്. അത് തൻ്റെ പ്രസ് സെക്രട്ടറിയോ അല്ലെങ്കിൽ മറ്റ് അനുബന്ധ ആളുകളൊക്കെ ചെയ്യുന്ന ഒരു രീതിയിലായിരുന്നു. മറ്റൊന്ന്, അതീവ സുരക്ഷാ നിയന്ത്രണങ്ങളുണ്ടായി എന്നുള്ളതാണ്. നെതന്യാഹുവിൻ്റെ വസതിക്ക് ചുറ്റും ഡ്രോൺ ആക്രമണങ്ങൾ ഭയന്ന് സുരക്ഷ കടുപ്പിച്ചതും സംശയങ്ങൾക്ക് ആക്കം കൂട്ടി. മറ്റൊന്ന്, സന്ദർശനങ്ങളൊക്കെ റദ്ദാക്കിയതാണ്. അമേരിക്കൻ പ്രതിനിധികളുടെ ഇസ്രയേൽ സന്ദർശനം ഇതേ സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ റദ്ദാക്കപ്പെടുകയാണ്. ഈ സംഭവങ്ങളെല്ലാം ഇത്തരമൊരു ഊഹാപോഹങ്ങൾക്ക് കാരണമായി. ഈ പറയപ്പെട്ട 4 കാരണങ്ങളാണ് നമുക്ക് ഇത്തരമൊരു വാർത്തയ്ക്ക് പിറകിലുള്ള സംശയമായിട്ട് സൂചിപ്പിക്കാൻ കഴിയുന്നത്. എന്നാൽ യഥാർത്ഥ വസ്തുത എന്താണ് എന്നതാണ്. ഇസ്രയേൽ ഗവൺമെൻറ്റും അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും ഈ വാർത്തകൾ പാടെ തള്ളിക്കളയുകയാണ്. അദ്ദേഹം പിന്നീട് നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. മാർച്ച് 9 വൈകുന്നേരം നെതന്യാഹു ഇസ്രയേലിലെ കൗൺസിൽ തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയും അതിൻ്റെ ചിത്രങ്ങൾ പുറത്തുവിടുകയും ഒക്കെ ചെയ്തു. കൂടാതെ അഷ്ദോദിലെ തുറമുഖം സന്ദർശിക്കുന്ന വീഡിയോയും അദ്ദേഹം പിന്നീട് പങ്കുവച്ചു. അതോടൊപ്പം തന്നെ കൊല്ലപ്പെട്ടു എന്ന ഒരു കിംവദന്തിയുണ്ട്, അല്ലെങ്കിൽ റൂമർ പരന്നിരുന്ന ഒരാളാണ് ഇറ്റാമർ ബെൻഗിർ. ഇറ്റാമർ ബെൻഗിർ കൊല്ലപ്പെട്ടു എന്നും ഒരു ഹോക്സ് മാത്രമായിട്ടാണ് അതിനെ കാണാൻ കഴിയുന്നത്. മാർച്ച് 9-നും 10-നും അദ്ദേഹം വിവിധ ഗവൺമെൻറ് അറിയിപ്പുകളിൽ സജീവമായിട്ട് ഇടപെട്ടിരുന്നു എന്ന് ഇപ്പോൾ വാർത്തകൾ വരികയാണ്. എന്നാൽ ഈ വാർത്ത വളരെ അതിശയത്തോടെയാണ് ലോകം വീക്ഷിച്ചത് എന്നതൊരു സത്യമാണ്. നെതന്യാഹു ഇറാൻ്റെ ഹിറ്റ് ലിസ്റ്റിലെ പ്രമുഖൻ എന്നത് മാത്രമല്ല, തങ്ങളുടെ നേതാവിനെ കൊലപ്പെടുത്തിയ, അതോടൊപ്പം തന്നെ അനേകമായിരം മനുഷ്യരെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ കൊലപ്പെടുത്തിയൊരു ഭരണാധികാരി കൂടി ആയതുകൊണ്ട് തന്നെ ഈ വാർത്ത വലിയ ആകാംക്ഷയും അതോടൊപ്പം തന്നെ ആളുകൾക്ക് അറിയുവാനുള്ളൊരു ത്വരയുമൊക്കെ ഉണ്ടാക്കി. ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ ഈ ഒരു വാർത്തയായിരുന്നു അത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഇറാൻ ഒരു വധശ്രമം നടത്തിയോ എന്നത് വെറുമൊരു കിംവദന്തികൾക്കപ്പുറത്തേക്ക് ഈ വാർത്ത ലോകം ഇത്രയേറെ ഗൗരവത്തോടെ വീക്ഷിക്കാൻ പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇറാൻ്റെ ഹിറ്റ് ലിസ്റ്റിലെ 1-ാമനാണ് ഇദ്ദേഹം എന്നതാണ്. ഇറാൻ്റെ ഔദ്യോഗിക ശത്രുക്കളിൽ 1-ാം സ്ഥാനത്താണ് ബെഞ്ചമിൻ നെതന്യാഹു. ഇറാൻ്റെ ഓരോ സൈനിക താവളങ്ങളെയും ആണവ കേന്ദ്രങ്ങളെയും ലക്ഷ്യം വയ്ക്കാൻ ഉത്തരവിടുന്ന ആളെന്ന നിലയിൽ നെതന്യാഹുവിനെ ഇല്ലാതെയാക്കുക എന്നതും ഇറാൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ്. ഇറാൻ്റെ പ്രിയപ്പെട്ട നേതാവ് ആയത്തുള്ള ഖുമൈനിയെയും ഇസ്മായിൽ ഹനിയയെയും ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയെയും ഇറാൻ്റെ മണ്ണിൽ വെച്ച് കൊലപ്പെടുത്തിയതിന് പിന്നിൽ നെതന്യാഹു ആണെന്ന് ഇറാൻ ഉറച്ചു വിശ്വസിക്കുകയും കണ്ടെത്തുകയും ചെയ്ത കാര്യമാണ്. തങ്ങളുടെ നേതാക്കളെ നഷ്ടപ്പെട്ടതിൻ്റെ പക തീർക്കാൻ ഇറാൻ കണ്ടെത്തുന്ന ഏറ്റവും വലിയ ഇര നെതന്യാഹു തന്നെയായിരിക്കുമെന്ന് ലോകത്തിനറിയാം. അതേസമയം ഇസ്രയേലിനകത്ത് സംഭവിക്കുന്ന ഏതൊരു കാര്യങ്ങൾക്കും ശക്തമായ സെൻസർഷിപ്പുകൾ ഇസ്രയേൽ മിലിറ്ററിയും ഭരണകൂടവും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്.
അതുകൊണ്ട് തന്നെയാണ് എവിടെയാണ് നെതന്യാഹു എന്ന ഒരു ഉത്തരവും ആർക്കും കിട്ടാതെ പോയത്. അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടാതിരുന്നതും ഏതെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് ഇറാൻ്റെ മിസൈലുകൾക്കോ ഡ്രോണുകൾക്കോ മുമ്പിൽ പിടികൊടുക്കരുത് എന്ന നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ടവർക്കും ഉള്ളത് കൊണ്ടാണ്. ഏതെങ്കിലും നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഒരു മൊബൈലിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ മൊബൈലിൻ്റെ ക്യാമറകളും സെൻസറുകളുമൊക്കെ ഒരു ഇൻസുലേഷൻ ടാപ്പുകൾ വെച്ച് ഒട്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഫോൺ വിളിക്കുന്നത്. ആ ചിത്രം വ്യാപകമായി പരന്നിരുന്നു. അത് AI ആണോ മറ്റോ ആണോ എന്നത് അറിയില്ല. പക്ഷെ എങ്കിൽ പോലും അത് വിലയിരുത്തൽ വന്നത് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പം നമുക്കറിയാവുന്നതുപോലെ ഇറാനിനകത്തുള്ള ട്രാഫിക് ക്യാമറകളിൽ പോലും ട്രാപ്പ് ചെയ്തുകൊണ്ടാണ് ആയത്തുള്ള ഖുമൈനിയുടെ ഓരോ നിമിഷങ്ങളും ഇസ്രയേൽ മൊസാദ് വീക്ഷിച്ചത് എന്ന് നമുക്കൊക്കെ വാർത്തകളിൽ നമ്മൾ കണ്ടതാണ്. അതുപോലെ ഒരു വീക്ഷണം, തങ്ങളുടെ സാന്നിധ്യം എവിടെയുണ്ട് എന്ന ഒരു തരംഗം പോലും ആർക്കും ലഭിക്കരുത് എന്ന നിർബന്ധ ബുദ്ധി അത്തരം നീക്കങ്ങൾക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ രൂക്ഷമായ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തും നെതന്യാഹു എവിടെ എന്നതിൻ്റെ ഒരു സൂചന ഇറാന് ലഭിക്കരുത്, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഇറാനെ സഹായിക്കുന്ന ഏജൻസികൾക്ക് സാറ്റലൈറ്റ് ചിത്രങ്ങൾക്കൊന്നും ലഭിക്കരുത് എന്ന നിർബന്ധം ഇസ്രയേലിനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് തന്നെ താമസിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒളിവിൽ കഴിയാൻ നിർബന്ധിപ്പിക്കുന്നു എന്നതാണ് ഏറ്റവും വാസ്തവം. ഇസ്രായേൽ സൈന്യത്തിന് അതുകൊണ്ട് തന്നെ അവിടുത്തെ വാർത്തകളിൽ ഏറ്റവും വലിയ സെൻസർഷിപ്പുകളുണ്ട്. ഒരു മിസൈൽ വീണ് കഴിഞ്ഞാൽ ആ വാർത്ത ഒരു മാധ്യമത്തിന് റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ IDFൻ്റെ പെർമിഷൻ ആവശ്യമുണ്ട് എന്നതാണ്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അതിന് അനുമതി കൊടുത്തെങ്കിൽ മാത്രമേ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ അവിടെ പോകാൻ ഒരു റിപ്പോർട്ടർക്ക് സാധിക്കുള്ളൂ. യുദ്ധസമയത്ത് മിസൈലുകൾ എവിടെ പതിച്ചു, എത്ര നാശനഷ്ടങ്ങളുണ്ടായി എന്നത് സംബന്ധിച്ച ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ നൽകുന്നതിന് മുൻപാണ് ഈ സൈനിക അനുമതി വേണം എന്ന് പറയുന്നത്. മിസൈലുകൾ എവിടെയാണ് കൃത്യമായി വീണതെന്ന് പുറത്തറിഞ്ഞാൽ ഇറാനും ഹിസ്ബുള്ളയും അവരുടെ ലക്ഷ്യസ്ഥാനങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അടുത്ത തവണ കൂടുതൽ കൃത്യതയോടെ ആക്രമിക്കാനും മുന്നോട്ട് വരും എന്നതാണ് അത്തരം ഒരു തടസ്സം ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്നാണ് പറയപ്പെടുന്നത്. ഇത് തടയാനാണ് നാശനഷ്ടങ്ങൾ രഹസ്യമാക്കി വെക്കുന്നത്, വലിയ നാശനഷ്ടങ്ങൾ പുറത്തു വരുന്നത് ഇസ്രായേൽ ജനതയുടെ ആത്മവീര്യം തകർക്കാനും ശത്രുക്കളുടെ ആവേശം വർദ്ധിപ്പിക്കുവാനും ഒക്കെ കാരണമാകും. അതിനാൽ അയൺ ഡോം എല്ലാം തടുത്തു എന്ന പ്രതിച്ഛായ നിലനിർത്താൻ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ അയൺ ഡോം തകരാറിലാണ്, പ്രശ്നത്തിലാണ് എന്ന് വന്നു കഴിഞ്ഞാൽ അവരുടെ അയൺ ഡോം സിസ്റ്റം ലോക കമ്പോളത്തിൽ ഇടം പിടിക്കുന്നതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഇപ്പോൾ തന്നെ അയൺ ഡോമിനെയും താഡിനെയും ഒക്കെ ആളുകൾ പരിഹസിച്ചുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. കാരണം ഇത്രയേറെ താഡും അയൺ ഡോമും പാട്രിയറ്റ് സംവിധാനങ്ങളുമൊക്കെ നിലനിർത്തിയിട്ടും അതിനൊക്കെ കവച്ചു വെച്ചുകൊണ്ടാണ് 2000 കിലോമീറ്ററുകളോളം താണ്ടി ഇറാനിൽ നിന്ന് ഒരു മിസൈലോ ഡ്രോണോ ഒക്കെ ഈ പറയപ്പെടുന്ന പ്രദേശങ്ങളിൽ പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അയൺ ഡോം കൊണ്ട് ഉപകാരമില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായും തങ്ങളുടെ കച്ചവട താല്പര്യത്തെ അത് ബാധിക്കാൻ സാധ്യതയുണ്ടെന്നതുകൊണ്ടും ആ അത്തരത്തിലുള്ള കാര്യങ്ങൾ മറച്ചു വെക്കുന്നതാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ച പരിക്കുകൾ എത്രയാണ് എന്നതറിയാൻ ലോകത്തിന് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്. ഔദ്യോഗികമായി ഇസ്രായേൽ കുറഞ്ഞ നാശനഷ്ടങ്ങൾ മാത്രമേ സമ്മതിക്കുന്നുള്ളൂ എങ്കിലും സ്വതന്ത്രമായ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സൈനിക താവളങ്ങൾ അഥവാ നവാറ്റിമിലുള്ള സൈനിക താവളം, ടെൽനോഫ് എന്ന സ്ഥലത്തുള്ള സൈനിക താവളം തുടങ്ങിയ പ്രധാന വ്യോമതാവളങ്ങളിൽ ഇറാൻ്റെ ഹൈപ്പർസോണിക് മിസൈലുകൾ പതിച്ചതായിട്ട് തന്നെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. റൺവേകൾക്കും ചില ഹാങ്ങറുകൾക്കും കൃത്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹൈഫയിലെ തുറമുഖം, അതോടൊപ്പം തന്നെ മറ്റ് വിമാനത്താവളങ്ങൾ, ഇവിടങ്ങളിലെല്ലാം മിസൈലുകൾ പതിച്ചിട്ടുണ്ട്, ഡ്രോണുകൾ വീണിട്ടുണ്ട്, വലിയ അപകടങ്ങളും മറ്റും സംഭവിച്ചിട്ടുണ്ട്, ജനവാസ മേഖലകൾ തകർക്കപ്പെട്ടിട്ടുണ്ട്, വലിയ സമുച്ചയങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ അവിടെ നിന്ന് ചില മാധ്യമങ്ങളിലൂടെയൊക്കെ എന്തൊക്കെ ഇരുമ്പ് മറകളുണ്ടെങ്കിലും ചില സത്യങ്ങൾ അങ്ങനെയാണല്ലോ, പുറത്തോട്ട് വരുമല്ലോ. ആ തരത്തിൽ പുറത്തോട്ട് വന്നിട്ടുണ്ട് എന്നതും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. മറ്റൊരു കാര്യം, ബങ്കറുകൾ വ്യാപകമായതിനാൽ ജനങ്ങൾക്കിടയിൽ മരണസംഖ്യ കുറവാണ് എന്നത് നമുക്ക് വായിക്കേണ്ടതുണ്ട്. എങ്കിലും ഇസ്രയേൽ കാണിച്ച മരണത്തിൻ്റെ നിരക്കല്ല അവിടെ എന്നത് ഓരോ ദിനങ്ങളും അന്താരാഷ്ട്ര
വാർത്തകളും ഓരോ ആക്രമണത്തിൻ്റെയും സ്ഫോടനത്തിൻ്റെയും പ്രഹരത്തിൻ്റെ തോത് മനസ്സിലാക്കിയുമൊക്കെ ആളുകൾ അതിനെ അനുമാനിക്കുന്നുണ്ട്. എങ്കിലും ആക്രമണത്തെ തുടർന്നുണ്ടായ പരിഭ്രാന്തിയിലും മറ്റും നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് മാനസിക ആഘാതത്തിനായി ചികിത്സ തേടുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ അവിടെ വരികയാണ്. മറ്റൊന്ന് സാമ്പത്തിക നഷ്ടമാണ്. വടക്കൻ ഇസ്രയേലിലും മധ്യമേഖലയിലുമായി നിരവധി കെട്ടിടങ്ങളും വ്യവസായ കേന്ദ്രങ്ങളും തകർന്നിട്ടുണ്ട്. ഇത് ഇസ്രയേലിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സാരമായിട്ട് തന്നെ ബാധിക്കും. ഇതേ അവസ്ഥ അമേരിക്കയും കാത്തിരിക്കുന്നുണ്ട്. അമേരിക്കയുടെ താവളങ്ങൾക്ക് നേരെ വളരെ കൃത്യമായിട്ട് തന്നെ ഇറാൻ്റെ ആക്രമണങ്ങൾ നടക്കുന്നു. പല ഗൾഫ് രാജ്യങ്ങൾക്കും അഥവാ അമേരിക്കയ്ക്ക് ഇടം നൽകിയ ഗൾഫ് രാജ്യങ്ങൾക്കും തങ്ങൾ അമേരിക്കയെ സഹായിക്കുന്നില്ല എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥകൾ സംജാതമാകുന്നു. ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്ക വളരെ പെട്ടെന്ന് ഈ യുദ്ധം നിർത്തുമെന്ന് പറയുമ്പോൾ ഈ യുദ്ധം എപ്പോൾ നിർത്തണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കുമെന്ന് യുദ്ധം നീട്ടിക്കൊണ്ടുപോയി ഒരു സാമ്പത്തിക യുദ്ധമായിട്ട്, തന്ത്രപരമായ ബുദ്ധിപരമായിട്ടൊരു യുദ്ധമായിട്ട് ഇറാൻ ഇതിനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ആയുധബലം കൊണ്ടുള്ള യുദ്ധമാക്കി കൂടുതൽ പേരെ ആക്രമിക്കുക, കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുക, തന്ത്രപ്രധാന മേഖല ആക്രമിക്കുക, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഇസ്രയേലും അമേരിക്കയും വളരെ സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതിനിടക്കാണ് ഇത്തരത്തിൽ ഈ 2 പേർ കൊല്ലപ്പെട്ടു എന്നൊരു റൂമർ പരന്നിട്ടുള്ളത്. അത് സത്യമാണോ എന്നത് സംബന്ധിച്ചൊക്കെ വലിയ അന്വേഷണങ്ങൾ നടന്നിരുന്നു. എന്നാൽ പിന്നീട് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ ഇതൊന്നും സ്ഥിരീകരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ തന്നിട്ടില്ല. ഏതായിരുന്നാലും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം അവരൊക്കെ ഇപ്പോഴും സജീവമായിട്ട് തന്നെ ഉണ്ട് എന്നത് തന്നെയാണ്. എന്നാൽ ഇറാൻ്റെ ചാരക്കണ്ണുകളിൽ നിന്ന് വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് അവർ ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ ഭയപ്പെട്ട് ഒളിവിലാണ് അവർ കഴിയുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. Waytonikah.com, the exclusive Muslim matrimonial site.